നമസ്കാരം. നളിയോര വിശേഷങ്ങളിലേക്ക് സ്വാഗതം. ഒരു നാടിന്റെ പതിറ്റാണ്ടുകളായുള്ള ആവശ്യം ഒടുവിൽ യാഥാർത്ഥ്യത്തിലേക്ക്. പട്ടാമ്പി പെരുമടിയൂർ റെയിൽവേ അടിപ്പാതയുടെ നിർമ്മാണം അവസാന ഘട്ടത്തിൽ. അടിപ്പാതയുടെ മേൽക്കൂരയുടെ പ്രവൃത്തികളും പൂർത്തിയായി. ഷൊർണൂർ കോഴിക്കോട് റെയിൽപാതയിലെ പട്ടാമ്പി പെരുമടിയൂരിൽ റെയിൽവേ മേൽപ്പാലമോ അടിപ്പാതയോ വേണമെന്ന ആവശ്യത്തിന് വർഷങ്ങളുടെ പഴക്കമുണ്ട്. പാത ഇരട്ടിപ്പിച്ചതോടെ ഈ ആവശ്യത്തിന് ഗൗരവമേറി. പെരുമടിയൂർ സ്കൂളിലേക്കുള്ള കുട്ടികളടക്കമുള്ളവരുടെ റെയിൽപാത മുറിച്ചു കടന്നുള്ള യാത്ര വലിയ അപകടങ്ങൾക്കും ഇടവരുത്തി. വിദ്യാർത്ഥികൾ ഉൾപ്പെടെയുള്ളവരുടെ ട്രെയിൻ തട്ടിയുള്ള മരണവും ഇവിടെ തുടർക്കഥയായി. ഇതോടെ നാട്ടുകാരും സ്കൂൾ അധികൃതരും വിവിധ രാഷ്ട്രീയ പാർട്ടികളുമെല്ലാം റെയിൽവേയെ സമീപിച്ചു. ഇതിനിടെ പാളം മുറിച്ചു കടക്കുന്ന വഴി റെയിൽവേ അടച്ചുപൂട്ടുവാനുള്ള നടപടികളും ഉണ്ടായി. ഇത് ജനകീയ പ്രതിഷേധങ്ങൾക്കും ഇടവരുത്തി. ഒടുവിൽ സ്കൂളിലെ കുട്ടികളുടെ യാത്രാ സൗകര്യാർത്ഥമാണ് റെയിൽവേ അടിപ്പാത നിർമ്മിക്കുവാനുള്ള നടപടികളുമായി രംഗത്തിറങ്ങിയത്. കഴിഞ്ഞ ഏപ്രിലാണ് ഇതിന്റെ പ്രവൃത്തികൾ തുടങ്ങിയത്. മഴ തുടങ്ങിയതോടെ പ്രവൃത്തികൾ നിർത്തിവെക്കുകയും ചെയ്തു. തുടർന്ന് ഇക്കഴിഞ്ഞ മാർച്ചിൽ പ്രവൃത്തികൾ പുനരാരംഭിക്കുകയായിരുന്നു. നിലവിൽ പ്രവൃത്തികൾ പൂർത്തിയായി വരികയാണ്. കഴിഞ്ഞ മാസം കോൺക്രീറ്റ് നിർമ്മിച്ച അടിപ്പാത റെയിൽവേ ലൈനിനടിയിലേക്ക് തള്ളി സ്ഥാപിച്ചിരുന്നു. ഇപ്പോൾ ഇരുഭാഗത്തും സംരക്ഷണ ഭിത്തിയുടെ നിർമ്മാണം നടന്നു വരുന്നു. അടിപ്പാതയുടെ ഇരുഭാഗത്തുമുള്ള വഴിയിൽ മഴ പെയ്ത് വെള്ളം വരാതിരിക്കാൻ മേൽക്കൂര നിർമ്മാണവും പൂർത്തിയായിട്ടുണ്ട്. അടിപ്പാതയിലേക്കുള്ള പടവുകളും IED കുട്ടികളുടെ സൗകര്യാർത്ഥം റാമ്പും ടൈൽസ് വിരിക്കുന്ന പ്രവൃത്തികളുമാണ് ഇനി നടക്കാനുള്ളത്. ജൂണിൽ സ്കൂൾ തുറക്കുന്നതിന് മുമ്പ് തന്നെ അടിപ്പാത തുറന്നു കൊടുക്കാനാണ് അധികൃതർ ലക്ഷ്യമിടുന്നത്. അടിപ്പാത യാഥാർത്ഥ്യമായതിന്റെ സന്തോഷത്തിലാണ് ഇവിടുത്തെ നാട്ടുകാരും. വളരെ അധികം സന്തോഷമുള്ള കാര്യമാണ്. കുട്ടികൾ കഷ്ടപ്പെടാതെ നടന്നു പോകാൻ ഒരു വഴിയായാലോ. അതന്നെ വലിയൊരു റെയിൽവേയോടും കേന്ദ്രത്തിനോടും കേന്ദ്രമന്ത്രിയോടും പ്രധാനമന്ത്രിയോടും നന്ദി അറിയിക്കുകയാണ്. ഈ റാമ്പ് ഇത് ഇവിടുന്ന് അങ്ങോട്ടുള്ള പണി നടക്കാണ്ട് പിന്നെ ബാക്കിയുള്ളത് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ടല്ലോ. ഇത് വളരെ വൃത്തിയുള്ള പണിയായിട്ടുണ്ട്. കാരണം 3-4 ജീവപ്പോൾ നമ്മളെ കണ്ണിൻ്റെ മുമ്പിൽ പോയി. അതില്ലാതെ ഇനി ചെയ്യുന്നതൊക്കെ കുട്ടികളുടെ ദുൽമാണ്. ഇനിയിപ്പോൾ നടന്നു പോകാനുള്ള ഒരു വഴിയായാലോ. അതന്നെ വലിയൊരു ഭാഗ്യം. ഇപ്പോൾ സീറ്റ് വിരിച്ചു, ഭംഗിയായിട്ടുണ്ട്. വിരിച്ചതൊക്കെ ഭംഗിയായിട്ടുണ്ട്. ചെയ്ത പണിയും വൃത്തിയുള്ള പണിയാണ്. 95.36 ലക്ഷം രൂപ ചെലവഴിച്ചാണ് അടിപ്പാത നിർമ്മിക്കുന്നത്. 14 മീറ്റർ നീളവും 1.85 മീറ്റർ ഉയരവും അടിപ്പാതയ്ക്കുണ്ട്. 2.50 മീറ്ററാണ് വീതി. യാത്രാ സൗകര്യത്തിന്റെ അപര്യാപ്തം മൂലം പെരുമടിയൂർ സ്കൂളിലേക്ക് കുട്ടികൾ വരാത്ത സ്ഥിതിവിശേഷവും മുൻവർഷങ്ങളിൽ ഉണ്ടായിരുന്നു. എന്നാൽ ഇത്തവണ അതിനും പരിഹാരമാവുന്ന പ്രതീക്ഷയിലാണ് ഇവിടത്തുകാർ. നല്ല രീതിയിലാണ് അടിപ്പാത നിർമ്മാണം പുരോഗമിക്കുന്നതെന്നും നാട്ടുകാർ പറയുന്നു. നമുക്കിവിടെ നാട്ടിലുള്ളവർക്കും കുട്ടികൾക്കും വലിയവർക്കും ഒക്കെ സ്കൂൾ കുട്ടികൾക്കും ഒക്കെ വലിയൊരു സൗകര്യമായി ഇത്. ഇത് ഇന്ന് വരാൻ നാളെ വരാൻ ഇത്രമേലൊക്കെ എത്തിയില്ലേ. അത് വളരെ ഉപകാരമുള്ള സംഗതിയാണത്. മഴ കൊള്ളണ്ട, വണ്ടി ഇറങ്ങാനുള്ള ഒരു ഭാഗത്ത് കൂടെ റാമ്പുണ്ട്, ഒരു ഭാഗത്ത് കൂടെ സ്റ്റെപ്പ് ഉണ്ട് എന്നൊക്കെ പറയുന്നത്. ഇനിയിപ്പോൾ ഇവിടുന്ന് റോഡായിട്ട് മുട്ടിക്കുക. അപ്പുറം പണി നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അതൊക്കെ കഴിഞ്ഞ ഒരു 10-15 ദിവസത്തിൻ്റെ ഉള്ളിൽ ക്ലിയർ ആവും. സ്കൂൾ തുറക്കാതെയുമ്പോഴത്തേനൊക്കെ ക്ലിയർ ആവും. അതൊക്കെ തന്നെ ലെവല്. പട്ടാമ്പി നഗരസഭയിൽ മഴക്കാല രോഗപൂർവ്വ ശുചീകരണ പ്രവർത്തനങ്ങൾ തുടങ്ങി. തോടുകളും അഴുക്കുചാലുകളും വൃത്തിയാക്കുന്ന പ്രവൃത്തികൾ സജീവമായി. കാലവർഷം എത്തുന്നതിന് മുന്നോടിയായി പട്ടാമ്പി നഗരസഭാ പരിധിയിൽ പകർച്ചവ്യാധി പ്രതിരോധവും മഴക്കാലപൂർവ്വ ശുചീകരണ പ്രവർത്തനങ്ങളുമാണ് ആരംഭിച്ചിരിക്കുന്നത്. നഗരസഭയിലെ വിവിധ വാർഡുകളിൽ ശുചീകരണ പ്രവർത്തനങ്ങളാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. നഗരത്തിലെ വെള്ളക്കെട്ട് ഒഴിവാക്കുന്നതിനും സുഗമമായ ഒഴുക്ക് ഉറപ്പാക്കുന്നതിനുമായി പ്രധാന തോടുകളും ഓടകളും വൃത്തിയാക്കുന്ന പ്രവൃത്തികളും നടന്നു വരികയാണ്. മഴവെള്ളം പ്രധാനമായും ഒഴുകിപ്പോകുന്ന മുച്ചിരിത്തോട്, കണ്ടംതോട് എന്നിവിടങ്ങളിലെ തടസ്സങ്ങൾ നീക്കുകയും വിവിധ വാർഡുകളിലെ ഓടകളിലെ മണ്ണും മാലിന്യങ്ങളും നീക്കം ചെയ്ത് ഡ്രെയിനേജ് സംവിധാനം നവീകരിക്കുന്ന പ്രവൃത്തികളും ആരംഭിച്ചിട്ടുണ്ട്. വെള്ളം കെട്ടിനിന്ന് കൊതുകുകൾ വളരുന്നത് തടയുവാൻ ഉറവിട നശീകരണ പ്രവർത്തനങ്ങളും ആരംഭിച്ചിട്ടുണ്ട്. നഗരസഭ ആരോഗ്യ വിഭാഗം ജീവനക്കാരുടെ നേതൃത്വത്തിലാണ് പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുന്നത്. മഴക്കാലത്ത് പടരാൻ സാധ്യതയുള്ള പകർച്ചവ്യാധികൾ തടയുന്നതിനും നഗരത്തിലെ വെള്ളക്കെട്ട് ഒഴിവാക്കുന്നതിനും യുദ്ധകാലാടിസ്ഥാനത്തിലുള്ള പ്രവർത്തനങ്ങളാണ് നഗരസഭ ആവിഷ്കരിച്ചിരിക്കുന്നതെന്ന് നഗരസഭാ ചെയർമാൻ ടി.പി. ഷാജി സൂചിപ്പിച്ചു. ആരോഗ്യ വിഭാഗം ജീവനക്കാർക്കും താലൂക്ക് ഹോസ്പിറ്റൽ സൂപ്രണ്ട് ഉൾപ്പെടെയുള്ള ഉദ്യോഗസ്ഥർക്കും ഇത് സംബന്ധിച്ച് കർശന നിർദ്ദേശം നൽകുകയും ചെയ്തിട്ടുണ്ട്. മഴക്കാലത്തിന് മുന്നോടിയായി വീടും പരിസരവും ശുചിയായി സൂക്ഷിക്കണമെന്നും വെള്ളം കെട്ടിനിൽക്കുവാനുള്ള സാഹചര്യം ഒഴിവാക്കണമെന്നും നഗരസഭാ ചെയർമാൻ അഭ്യർത്ഥിച്ചു. ശുചീകരണ പ്രവർത്തനങ്ങളുമായി എല്ലാവരും സഹകരിക്കണമെന്നും എല്ലാ വാർഡുകളിലും ജനകീയ പങ്കാളിത്തത്തോടെ ശുചീകരണ യജ്ഞം വിപുലപ്പെടുത്താനാണ് ലക്ഷ്യമെന്നും അദ്ദേഹം സൂചിപ്പിച്ചു. മാലിന്യത്തൊട്ടിയായി ആനക്കര പഞ്ചായത്തിന്റെ ടേക്ക് എ ബ്രേക്ക് കെട്ടിട പരിസരം. മഴക്കാലം ആരംഭിക്കാനിരിക്കെ പകർച്ചവ്യാധി ഭീഷണിയിലാണ് നാട്ടുകാർ. കെട്ടുകണക്കിന് മാലിന്യ ചാക്കുകളുടെ കൂമ്പാരമാണ് ആനക്കരയിലെ ടേക്ക് എ ബ്രേക്ക് കെട്ടിടത്തിന് മുമ്പിലെത്തിയാൽ കാണാനാവുക. മാലിന്യത്തൊട്ടിയാക്കാനാണോ 7 മാസം മുമ്പ് ഇത് ഉദ്ഘാടനം ചെയ്തതെന്ന് ചോദ്യം വന്നാലും തെറ്റുപറയാനാവില്ല. അത്രയ്ക്കുണ്ട് കെട്ടിടത്തിനു മുമ്പിലെ മാലിന്യം. കേന്ദ്രം ഉപയോഗമില്ലാതെ കിടക്കുന്നു എന്നതിനേക്കാൾ പഞ്ചായത്തിലെ ഹരിതകർമ്മസേന ശേഖരിക്കുന്ന മാലിന്യം കേന്ദ്രത്തിന് സമീപത്ത് കൂട്ടിയിടുന്നതാണ് നിലവിലെ തലവേദന.
ആദ്യം ചെറിയ തോതിൽ മാത്രമായിരുന്നു മാലിന്യം ഇവിടെ എത്തിച്ചിരുന്നതെന്നും ഇപ്പോൾ പ്രദേശം മുഴുവൻ മാലിന്യക്കൂമ്പാരമായി മാറിയതായും വ്യാപാരികൾ പറയുന്നു. മഴ പെയ്യുമ്പോൾ മാലിന്യങ്ങളിൽ നിന്ന് ദുർഗന്ധവും വെള്ളക്കെട്ടും രൂപപ്പെടുന്നതോടെ സമീപത്തെ സ്ഥാപനങ്ങളിലേക്കെത്തുന്നവരും വ്യാപാരികളും കടുത്ത ബുദ്ധിമുട്ടിലാണ്. പഞ്ചായത്ത് കെട്ടിടത്തിൽ പ്രവർത്തിക്കുന്ന നിരവധി സ്ഥാപനങ്ങൾക്കാണ് ഇതിൻ്റെ ദുരിതം നേരിടേണ്ടി വരുന്നത്. മാലിന്യം ശേഖരിക്കുന്ന MCF കെട്ടിടത്തിൻ്റെ നിർമ്മാണം പുരോഗമിക്കുന്ന സാഹചര്യത്തിലാണ് മാലിന്യം താൽക്കാലികമായി ടേക്ക് എ ബ്രേക്ക് കേന്ദ്രത്തിന് സമീപം സൂക്ഷിക്കുന്നത്. മാലിന്യം ഇവിടെ നിന്ന് നീക്കം ചെയ്യുന്നതിനുള്ള നടപടികൾ സ്വീകരിക്കുമെന്നാണ് പഞ്ചായത്ത് പ്രസിഡന്റിൻ്റെ വിശദീകരണം. ഉദ്ഘാടനം കഴിഞ്ഞ് 7 മാസമായിട്ടും തുറക്കാത്ത ടേക്ക് എ ബ്രേക്ക് പദ്ധതി കുടുംബശ്രീയെ ഏൽപ്പിക്കാനും ആലോചനയുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട് പഞ്ചായത്തിൽ ചേരുന്ന യോഗത്തിൽ നടത്തിപ്പുമായി ബന്ധപ്പെട്ട എല്ലാ വിഷയങ്ങളും അടിയന്തരമായി ചർച്ച ചെയ്യുമെന്ന് ആനക്കര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് PN അംബിക പറഞ്ഞു. 2025 ഒക്ടോബറിൽ മുൻ ഭരണസമിതിയാണ് ആനക്കര ഗ്രാമപഞ്ചായത്തിൽ പദ്ധതി ഔദ്യോഗികമായി ഉദ്ഘാടനം ചെയ്തത്. നിർഭയത്വം തൗഹീദിലൂടെ എന്ന പ്രമേയത്തിൽ പട്ടാമ്പി മണ്ഡലം മുജാഹിദ് സമ്മേളനം സംഘടിപ്പിച്ചു. വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷൻ സംസ്ഥാന സെക്രട്ടറി TK അഷ്റഫ് സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. നിർഭയത്വം തൗഹീദിലൂടെ എന്ന പ്രമേയത്തിലാണ് പട്ടാമ്പി മണ്ഡലം മുജാഹിദ് സമ്മേളനം സംഘടിപ്പിച്ചത്. വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷൻ സംസ്ഥാന സെക്രട്ടറി TK അഷ്റഫ് സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. സംസ്ഥാന വ്യാപകമായി വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷൻ സംഘടിപ്പിക്കുന്ന ആദർശ പ്രയാണത്തിന്റെ ഭാഗമായി കൂടിയാണ് പട്ടാമ്പി ശങ്കരമംഗലത്ത് വെച്ച് സമ്മേളനം നടത്തിയത്. മനുഷ്യജീവിതത്തിന്റെ അത്യന്തിക വിജയത്തിന് ദൈവിക നിർദ്ദേശങ്ങൾ പാലിക്കണമെന്ന് ഉദ്ഘാടന പ്രസംഗത്തിൽ TK അഷ്റഫ് സൂചിപ്പിച്ചു. അവന് ജീവിക്കുവാൻ സ്വസ്ഥതയുണ്ടാകുമ്പോഴാണ് മനുഷ്യന് സമാധാനവും നിർഭയത്വവും ഉണ്ടാകുന്നത്. ഇന്ന് കേരളത്തിൽ അത് അന്യം നിന്നുകൊണ്ടിരിക്കുന്നു എന്നതിന് ഒട്ടനവധി തെളിവുകൾ നമ്മുടെ മുമ്പിലുണ്ട്. എത്രയെത്ര കൊലപാതകങ്ങളാണ് നമ്മുടെ നാട്ടിൽ നടന്നത്. ആ കൊലപാതകങ്ങളാകട്ടെ തീർത്തും നമ്മെ ഞെട്ടിപ്പിക്കുന്ന രീതിയിലാണ്. നമ്മൾ ഒരിക്കലും വിചാരിക്കാത്ത രൂപവും ഭാവവുമാണ് ഈ കൊലപാതകങ്ങൾക്ക് പിന്നിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്. സ്വന്തം വീട്ടിലെ വല്യമ്മയെ, അതുപോലെ തന്നെ അനുജനെ, മറ്റു രക്തബന്ധത്തിൽപ്പെട്ടവരെ കൂട്ടത്തോടുകൂടി കൊല ചെയ്യുന്നു. അതും പ്രാകൃതമായ രീതിയിൽ ആമർ ഉപയോഗിച്ചുകൊണ്ട് തലക്കടിച്ചു കൊല്ലുന്നു. ഇതൊറ്റപ്പെട്ട സംഭവമല്ല, ഇപ്പോഴും നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ലോകത്ത് തന്നെ ഓരോ സെക്കൻഡിലും 40 പേർ ആത്മഹത്യ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് എന്നാണ് കണക്ക്. അഥവാ ഞാൻ ഇന്ന് നിങ്ങളുടെ മുമ്പിൽ ഒരു വാചകം പൂർത്തീകരിക്കുമ്പോൾ അത്രയും ആളുകൾ, 40ഓളം ആളുകൾ ആത്മഹത്യ ചെയ്യുന്നുണ്ട് എന്നാണ്. അപ്പോൾ എത്രമേൽ നമ്മുടെ രാജ്യത്ത്, നമ്മുടെ ലോകത്ത് മനുഷ്യന്മാർ ഡിപ്രഷനിലേക്ക്, അന്തസംഘർഷങ്ങളിലേക്ക് എടുത്തെറിയപ്പെട്ടിട്ടുണ്ട് എന്നത് നമുക്ക് ഓരോരുത്തർക്കും ഊഹിക്കാവുന്നതേയുള്ളൂ. പട്ടാമ്പി നഗരസഭ ചെയർമാൻ TP ഷാജി മുഖ്യാതിഥിയായിരുന്നു. വിസ്ഡം യൂത്ത് സംസ്ഥാന പ്രസിഡന്റ് TK നിഷാന്ത് സലഫി, സംസ്ഥാന പ്രവർത്തക സമിതി അംഗം മുൻവർ സലാഹി എന്നിവർ മുഖ്യപ്രഭാഷണം നടത്തി. അബ്ദുൽ നാസിർ സലഫി, മൻസൂർ സലഫി, ഡോക്ടർ ഉനൈസ്, പ്രൊഫസർ ഇസഹാഖ്, മുഹമ്മദ് കുട്ടി സലഫി, നൂർഹാഖ് അമയൂർ, ഇസഹാഖ് വെല്ലപ്പുഴ, ഡോക്ടർ അബ്ദുൽ കരീം, മുഹമ്മദ് കുട്ടി കരുവാമ്പടി, VK ഹംസ പട്ടാമ്പി, KK അബ്ബാസ് തുടങ്ങിയവരും പങ്കെടുത്ത് സംസാരിച്ചു. പഴഞ്ഞിയുടെ അടയ്ക്ക പ്രൗഢി വീണ്ടും ഉണർന്ന് സജീവമായി വിപണി. കേരളത്തിലെ ശ്രദ്ധേയമായ അടക്ക വിപണിയായി അറിയപ്പെട്ടിരുന്ന കാട്ടകമ്പാൽ പഞ്ചായത്തിലെ 2 മാസമായി നിശ്ചലമായ പഴഞ്ഞിയിലെ വ്യാപാര കേന്ദ്രമാണ് വീണ്ടും തുറന്നത്. പ്രായാധിക്യം മൂലം സ്വകാര്യമായി മാർക്കറ്റ് നടത്തിവന്നിരുന്ന ചേറുവേട്ടൻ പിന്മാറിയതോടെ കർഷകരും തൊഴിലാളികളും വ്യാപാരികളും ഒരുപോലെ ആശങ്കയിലായിരുന്നു. അപ്പോഴാണ് പഞ്ചായത്ത് ഭരണസമിതിയുടെ സംയോജിത ഇടപെടൽ ഒരു നാടിന്റെ പ്രതീക്ഷയായി മാറിയത്. പഞ്ചായത്ത് പ്രസിഡന്റ് K ജയശങ്കറിന്റെ നേതൃത്വത്തിൽ ജനപ്രതിനിധികൾ ചെറുവേട്ടന്റെ വീട്ടിലെത്തി ഏറെ നേരം സംസാരിച്ചെങ്കിലും പ്രായത്തിന്റെ അവശതകളിൽ തട്ടി ചർച്ചകളിൽ പുരോഗതിയുണ്ടായില്ല. പഞ്ചായത്ത് നേരിട്ട് മാർക്കറ്റ് ഏറ്റെടുത്ത് നടത്താമെന്ന നിർദ്ദേശവും അദ്ദേഹം വിനയത്തോടെ നിരസിച്ചതോടെയാണ് പഴഞ്ഞിയുടെ വിപണി പാരമ്പര്യം നിലനിർത്താൻ പുതിയ വഴികൾ തേടേണ്ടി വന്നതെന്ന് പഞ്ചായത്ത് പ്രസിഡന്റ് പറഞ്ഞു. നമ്മുടെ പഞ്ചായത്ത് തലത്തിലുള്ള ഒരു അടക്ക മാർക്കറ്റ് എന്നൊന്നല്ല, കേരളത്തിലെ തന്നെ, ഒരുപക്ഷെ ഇന്ത്യയിലെ തന്നെ ഏറ്റവും അറിയപ്പെടുന്ന അടക്കയുടെ വില നിലവാരം നിശ്ചയിക്കപ്പെടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സുപ്രധാനമായ ഒരു മാർക്കറ്റ് എന്ന നിലയിൽ ഈ മാർക്കറ്റ് ഇവിടെ നിലനിർത്തേണ്ടത് അത്യന്താപേക്ഷിതമാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാണ് നമുക്ക് അടുത്തൊരു ഘട്ടത്തിൽ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ശ്യാമേട്ടനെ പോലുള്ള അടക്ക കർഷകരെ വിളിച്ചു വരുത്തിക്കൊണ്ട് ഇത് തുടങ്ങുന്നതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളെ സംബന്ധിച്ച് ആലോചിച്ചു. പരിചയസമ്പന്നനായ വ്യാപാരി പഴഞ്ഞി ചീരൻ ശാമുവലിലേക്ക് പഞ്ചായത്ത് നേതൃത്വവും ജനപ്രതിനിധികളും ചേർന്ന കൂടിക്കാഴ്ചകൾ ഒടുവിൽ പുതിയ വിപണിയുടെ വാതിൽ തുറന്നു.
പഴയ മാർക്കറ്റിന്റെ തൊട്ടടുത്ത് തന്നെ പുതിയ വിപണി ഉയർന്നു. ജോലി കിട്ടിയ തൊഴിലാളികൾക്കും ആശ്വാസമായി. പഴഞ്ഞിയുടെ സാമ്പത്തിക ഹൃദയമിടിപ്പ് വീണ്ടും തുടങ്ങുമ്പോൾ ഉദ്ഘാടന ദിവസം തന്നെ നൂറുകണക്കിന് പേരാണ് അടക്കയുമായി വിപണിയിലെത്തിയത്. പഴയ അടയ്ക്കയ്ക്ക് 10,101 രൂപ വില ഉറപ്പിച്ചുകൊണ്ടായിരുന്നു ആദ്യ കച്ചവടം. എല്ലാവരും കൈയടിക്കുക. 10,101 ഒരു വട്ടം, 10,101 രണ്ട് വട്ടം, 10,101 മൂന്ന് വട്ടം. SSR ഷിജോയ് തോലത്ത് ചാലിശ്ശേരി ആദ്യ ലേലം 1 തുലാം 10,111 രൂപയ്ക്ക് ഏറ്റെടുത്തത് കർഷകർക്ക് പ്രതീക്ഷയായി. വിവിധ ജില്ലകളിൽ നിന്നായി നിരവധി കർഷകർ അടക്കയുമായി മാർക്കറ്റിലെത്തി. പുതിയ അടയ്ക്ക മാർക്കറ്റിന്റെ ഉദ്ഘാടനം പഞ്ചായത്ത് പ്രസിഡന്റ് കെ ജയശങ്കർ നിർവഹിച്ചു. എല്ലാ ദിവസവും രാവിലെ 7:30 പ്രവർത്തനം ആരംഭിക്കുന്ന രീതിയിലും പൊതുമാർക്കറ്റിന്റെ എല്ലാ ആനുകൂല്യങ്ങളും കർഷകർക്കും വ്യാപാരികൾക്കും ലഭ്യമാക്കുന്ന രീതിയിലുമാകും പുതിയ വിപണി പ്രവർത്തിക്കുകയെന്ന് പഞ്ചായത്ത് പ്രസിഡന്റ് പറഞ്ഞു. വാർഡ് മെമ്പർ ജിൻസി സജു അധ്യക്ഷത വഹിച്ചു. വൈസ് പ്രസിഡന്റ് മിനി ഐപ്പ് മുഖ്യാതിഥിയായി. മുൻ പഞ്ചായത്ത് പ്രസിഡന്റ് CK സദാനന്ദൻ മാസ്റ്റർ, സ്ഥിരം സമിതി അധ്യക്ഷന്മാരായ MP രാജൻ, KM റസാഖ്, ശൈലജ അരുൺദാസ്, ജനപ്രതിനിധികൾ ശ്യാമു ചീരൻ തുടങ്ങിയവർ സംസാരിച്ചു. ചാലിശ്ശേരി പെരുമണ്ണൂർ ശ്രീ കോട്ടക്കാവ് ക്ഷേത്ര മൈതാനിയിൽ സംഘടിപ്പിച്ച PFA പെരുമണ്ണൂർ 30ാമത് അഖില കേരള സെവൻസ് ടൂർണമെന്റ് സമാപിച്ചു. ഫൈനലിൽ റെഡ് സ്റ്റാർ കൊടിക്കാംകുന്നിനെ തോൽപ്പിച്ച് ലാസ്മോസ് EA ചങ്ങരംകുളം ചാമ്പ്യന്മാരായി. ആവേശം വാനോളം ഉയർത്തിയ ഫൈനൽ മത്സരത്തിൽ ടൈബ്രേക്കിലൂടെയാണ് വിജയികളെ തെരഞ്ഞെടുത്തത്. ഫൈനലിൽ മുഖ്യാതിഥിയായി തൃത്താലയുടെ നിയുക്ത MLA VT ബൽറാം പങ്കെടുത്തു. പ്രദേശത്തെ അങ്കണവാടികളിൽ നിന്നും വിരമിക്കുന്ന ലത, വസന്തകുമാരി, പ്രസന്ന എന്നിവരെ ചടങ്ങിൽ ആദരിച്ചു. ജില്ലാ പഞ്ചായത്ത് അംഗം സുനിൽകുമാർ, ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് PR കുഞ്ഞുണ്ണി, വാർഡ് മെമ്പർ ബാലൻ കരിമ്പനക്കൽ, KC കുഞ്ഞൻ, വേണു കുറുപ്പത്ത് തുടങ്ങിയവർ പങ്കെടുത്തു. മത്സരങ്ങൾക്ക് ക്ലബ്ബ് ഭാരവാഹികളായ MV സുരേഷ്, പപ്പു, വിനോദ്, ഉദയൻ എന്നിവർ നേതൃത്വം നൽകി. ഫൈനലിന് മുൻപ് നടന്ന വെറ്ററൻസ് ഫുട്ബോൾ മാച്ചിൽ പ്രണവം പെരുമണ്ണൂരിനെ 1-2 ഗോളിന് തോൽപ്പിച്ച് PFA പെരുമണ്ണൂർ വിജയികളായി. മുൻകാല ഫുട്ബോൾ കളിക്കാരായ ഉണ്ണികൃഷ്ണൻ, സുന്ദരൻ, ഉദയൻ, ഷംസു, പ്രമോദ്, ദീപേഷ്, രാകേഷ്, പ്രശാന്ത് എന്നിവർ ഇരു ടീമുകളുമായുള്ള മത്സരത്തിൽ പങ്കെടുത്തു. ഇതോടെ നിലയോര വിശേഷങ്ങൾ സമാപിക്കുന്നു. നമസ്കാരം.